ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ബ്രൈഡൽ മേക്കപ്പ് വർക്ക് ഉണ്ട്. അപ്പോൾ ബ്രൈഡ് എത്തുന്നതിന് മുന്നേ ഞാൻ മേക്കപ്പ് ബോക്സൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേർക്ക് വീട്ടിലിരുന്ന ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് ആ ഒരു വീഡിയോയുടെ റീച്ച് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രൈഡ് എത്തുന്നതിന് മുന്നേ ഇതുപോലെ മേക്കപ്പ് ബോക്സൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വർക്ക് ഈസി ആവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ടുള്ളൊരു കഫ്താൻ ടൈപ്പ് കോട്ടൺ കുർത്തിയാണ്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടോ. പ്ലസ് സൈസുകാർക്കൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ക്ലോത്തിന്. ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡാണ്. സോ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. മാത്രമല്ല ഇത് വാഷ് ചെയ്യുന്ന ടൈമിലൊക്കെ കളർ ഫെയ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക്സ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഇത് കംഫർട്ടബിൾ ആണ്, ബട്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂം സൈഡ് വന്നിട്ട് കോഴിക്കോടാണ്. അപ്പോൾ അവരിവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്രൈഡിന് 12 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആയി കഴിഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇടയ്ക്കുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. റെഡ് കളറിലൊരു ഹിജാബി ബ്രൈഡാണ്. സൈഡ് ദുപ്പട്ടയും നമ്മൾ മെയിൻ വെയിലാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേക ഒരു ഭംഗിയാണല്ലേ ഈ ബ്രൈഡ്സ് റെഡ് വെയർ ചെയ്യുമ്പോൾ. എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സും ഇതുപോലെ റെഡ് ലെഹങ്കയായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും ബ്രൈഡ്സ് റെഡ് വെയർ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പം മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആളുടെ സിസ്റ്റേഴ്സ് കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആൾ പറഞ്ഞ പോലെ ഒരു ന്യൂഡ് സിമ്പിൾ മേക്കപ്പാണ് കൊടുത്തിട്ടുള്ളത്. സിസ്റ്റേഴ്സിനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള ബ്രൈഡൽ മേക്കപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മലപ്പുറം, എറണാകുളമാണ് ഇപ്പോൾ നമ്മൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കേരളത്തിലെല്ലായിടത്തും നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തേക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാനിക്യൂനൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരുപാട് ലേഡീസ് ഇതുപോലെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ എന്ത് ഹെൽപ്പാണ് ആഗ്രഹിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്കിതിൽ അറിയാൻ ആഗ്രഹം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഡൗട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം. പുറത്ത് ജോലിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഹോബി, ഇപ്പം ഈ ഒരു ഫീൽഡ് തന്നെ ഞാൻ വരണമെന്ന് പറയില്ല. ഓരോ ലേഡീസിനും ഡിഫറെൻറ്റ് ഹോബീസ് ആയിരിക്കും. അപ്പോൾ ആ ഹോബി ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. അതിൽ നിന്ന് നല്ലൊരു ഇൻകം നമുക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇത് മൾച്ചന്തേരി ഫാബ്രിക്കിലും നെറ്റ് ഫാബ്രിക്കും വെച്ചിട്ട് നമ്മളൊരു മോമോൻ ഡോട്ടർ കോംബോ ചെയ്യുന്നതാണ്. ഇതിൽ ബഡ്ജറ്റ് ബൈ ആക്കാൻ വേണ്ടി നമ്മൾ ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഗം ചെയ്തതിന് ശേഷം നമ്മുടെ കൈയാണ്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പം ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കൈ അതുപോലെ ആയിക്കഴിഞ്ഞാൽ അത് മാറുന്നവരെ നെക്സ്റ്റ് വർക്കിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഈ ഒരു ഗമ്മ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ എങ്ങനെ കളയാമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു താട്ടോ. കാരണം എനിക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഈ ഒരു ക്ലയൻറ്റ് എൻ്റെ നിന്ന് സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്ലയൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇതിന് മുന്നേ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. മൾച്ചന്തേരി ഫാബ്രിക്കിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് വർക്ക് മാറ്റിയിട്ട് ഇതുപോലെ ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കളറാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ട്രെൻഡെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കിട്ടുന്ന വർക്ക്സ് എല്ലാം ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇത് അവരുടെ മദറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ഭംഗിയുണ്ട്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. എന്നിട്ട് ഇതിന് മാച്ചിങ് ആയിട്ട് പ്ലെയിൻ മൾച്ചന്തേരി എടുത്തിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക് കൊടുക്കുകയാണ്. ഏറ്റവും ഇഷ്ടമായത് എനിക്ക് കുട്ടിയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക്. ഈ ഒരു 3 ഔട്ട്ഫിറ്റാണ് നമുക്കിന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ക്ലയൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ക്ലയൻറ്റ് ഇപ്പോൾ വരും. അവർ വന്ന് ട്രയൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്കുകൾ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു അറബിക് ഗൗണാണ്. അപ്പോൾ ഒരുപാട് പേര് അറബിക് ഗൗണിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാനത് ഈ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് പോർഷൻസ് അറിയേണ്ടതെന്ന് കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അതിൻ്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ വീഡിയോയിൽ കാണിച്ചാൽ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ കുട്ടി കസ്റ്റമർ ഔട്ട്ഫിറ്റൊക്കെ വെയർ ചെയ്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ഇതിനേക്കാളും ആൾക്ക് ത്രില്ലെന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലേനു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.